യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അർപ്പിക്കുന്നു. നമ്മുടെ കർത്താവും രാജാതി രാജാവായ യേശുക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തെ നിങ്ങളിലേക്ക് പകരുവാൻ തക്കവണ്ണം ദൈവം എന്നെ പ്രാഗൽഭ്യപ്പെടുത്തിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇവിടെ വചനത്തിൻ്റെ ആരംഭത്തിൽ ഇന്ന് ദൈവം എനിക്ക് നൽകപ്പെട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയ മക്കളോട് സംസാരിക്കാൻ തക്കോണം അനുഗ്രഹീനായ ദൈവം വഴി തുറന്ന കൃപയ്ക്കാൻ നന്ദിയോടെ സ്തോത്രം. ഇന്ന് നിങ്ങളുമായിട്ട് വചനം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തു ആണ് സത്യദൈവം, അവൻ നിത്യജീവനുമാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി അല്പം ചിന്തിക്കാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കാൻ താല്പര്യപ്പെടുന്നു. വചനം പറയുന്നത് ഇങ്ങനെയാണ്: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നു പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഇതിൽ പറഞ്ഞത് ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശുദ്ധ ബൈബിൾ പ്രകാരം ഒരു മനുഷ്യ കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്നാണ്. അടുത്ത വാക്യം പറയുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നു. യേശുക്രിസ്തു ഒരു മനുഷ്യനും അതുപോലെ ദൈവവുമാണ്. താഴെ അടുത്ത വചനം പറയുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. ആധിപത്യം യേശുക്രിസ്തുവിൻ്റെ തോളിൽ ഇരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ലോകത്ത് പല മന്ത്രിമാരും ഉണ്ടെങ്കിലും അത്ഭുത മന്ത്രി എന്നൊരു മന്ത്രിയില്ല. അത് ഏകനാമം യേശുക്രിസ്തുവിൻ്റെ നാമമേ ഉള്ളൂ. മിറക്കിൾ, മിനിസ്റ്റർ ഓഫ് മിറക്കിൾ, അങ്ങനെ ഒരു പദവി ഒരു രാജ്യത്തും ഉണ്ടായിട്ടില്ല. അത് യേശുക്രിസ്തുവിന് മാത്രമുള്ളതാണ്. അത്ഭുതങ്ങളുടെ മന്ത്രി, അത്ഭുതം പ്രവർത്തിക്കാൻ തക്കോണം, അത്ഭുതങ്ങൾ ചെയ്യാൻ തക്കോണം, അവനിൽ വിശ്വസിക്കുന്നവന് അത്ഭുതം ചെയ്യാൻ തക്കോണം ഒരു മന്ത്രി ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അടുത്ത് പറയുന്നു വീരനാം ദൈവം, അവൻ വീരങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. നിത്യപിതാവ്, നിത്യനായ എന്നേക്കും മാറാത്തതായ തന്നിൽ വിശ്വസിക്കുന്നവന് പിതാവായി, അത് എന്നേക്കും മാറാത്ത ലോകാവസാനം കഴിഞ്ഞാലും നിത്യനായിരിക്കുന്ന പിതാവാണ് നമ്മുടെ യേശു. അടുത്തുകൊണ്ട് സമാധാന പ്രഭു, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സമാധാനങ്ങൾ, ഇത് മിനിസ്റ്റർ ഓഫ് പീസ്, സമാധാനത്തിൻ്റെ മന്ത്രി അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കുന്ന പ്രഭു. ഇത്രയും ലോക രാജ്യങ്ങളുണ്ടെങ്കിലും അവിടെ നമ്മൾ ആരും കേട്ടുകഴിവില്ലാത്തതാണ് സമാധാന പ്രഭു. സമാധാനമുണ്ടാക്കാൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും ലോകത്തിലും എവിടെ സമാധാനമുണ്ടാക്കുവാൻ കഴിവുള്ള ഒരാളാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന് മാത്രമേ സമാധാനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകും, ലോകം തരുന്നത് പോലെ അല്ല. ഈ ലോകം ആര് സമാധാനമില്ലാതെ കിടന്നാലും അസമാധാനത്തിൽ കിടക്കുന്നാലും അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്ന് സമാധാനം നൽകുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ പറ്റത്തുള്ളൂ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന പ്രിയ മക്കളെ, ഞാൻ ഇന്ന് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ അസമാധാനമാണോ? നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയില്ലേ? നമുക്ക് പ്രത്യാശ നൽകുവാൻ, സമാധാനം നൽകുവാൻ ഒരുവന് മാത്രമേ പറ്റത്തുള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. അവനൊരു മനുഷ്യനാണ്, അതേസമയം അവൻ ദൈവവുമാണ്. മനുഷ്യനും ദൈവമായിട്ട് ഭൂമിയിൽ അവതരിച്ചത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഒരു ഉറുമ്പിൻ്റെ അരിക്കൽ ചെന്നിട്ട് ഉറുമ്പിനോട് കാര്യം പറയണമെങ്കിൽ അതിൻ്റെ ഭാഷയിൽ സംസാരിക്കണം. പക്ഷെ അതിൻ്റെ ഭാഷ ആർക്കും അറിയാത്ത സാഹചര്യത്തിൽ അതിനെപ്പോലെ ജനിക്കണം. അതിൻ്റെ ഭാഷ പഠിച്ച് അതിൻ്റെ അരികെ ചെന്ന് പറയണം എന്ന് പറഞ്ഞ പോലെ കർത്താവായ യേശുക്രിസ്തു മാനവരാശിയുടെ സകല മാനവരാശിയുടെ രക്ഷയ്ക്കായിട്ട് മനുഷ്യനായി
ഭൂമിയിൽ അവതരിക്കുവാൻ ഇടയായി തീർന്നു. ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ 33.5 വർഷക്കാലം നമ്മുടെ ഇടയിൽ പാർക്കുവാൻ ഇടയായി തീർന്നു. സകല മാനവരാശിയോടും ഈ സമാധാനത്തിൻ്റെ സുവിശേഷം, ഈ രക്ഷയുടെ സുവിശേഷം അവൻ നമ്മുടെ ഇടയിൽ പ്രസംഗിക്കുവാൻ ഇടയായി തീർന്നു. രക്ഷിക്കപ്പെടുവാൻ എന്തൊക്കെ ചെയ്യണം? അവനിൽ വിശ്വസിക്കുന്നത് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കോണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്, നമ്മുടെ പിതാവായി അയച്ചത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത്. അതുകൊണ്ട് സമാധാനമുണ്ടാക്കുവാൻ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ, വ്യക്തിപരമായ ജീവിതങ്ങളിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ പറ്റുള്ളൂ. മറ്റൊരുവനും രക്ഷയില്ല, യേശു ക്രിസ്തുവിന് മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് താഴേക്ക് ശ്രമിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44:6 അതിൽ വായിക്കുന്നത്, ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചത്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവമില്ല. യേശു ആദ്യനും, വെളിപാട് പുസ്തകത്തിലും പറയുന്നു, ഞാൻ ആദ്യനും ആൽഫയും ഒമേഗയുമാവുന്നു, ആദ്യനും അന്ത്യനുമാവുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഈ ലോകത്തിൽ ഈ എവിടെ പോയാലും ഒരു ദൈവം മാത്രമേ ഉള്ളൂ, അത് കർത്താവ് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ യേശുവിൽ കൂടി അല്ലാതെ രക്ഷ ഒരു മാനവരാശിയിലേക്കുമില്ല. അതിനെച്ചാൽ മാനവരാശിയുടെ, സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ 2016 വർഷങ്ങൾക്ക് മുമ്പ് അവൻ നമുക്ക് വേണ്ടി ഓരോ മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി യേശുക്രിസ്തു യാഗമായി തീർന്നു. ഏക ഒരു ദൈവം മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-6 വരെയുള്ള വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. അപ്പോൾ ആദിയിൽ ലോകത്തിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. വചനം ആരായിരുന്നു? ദൈവമായിരുന്നു. അപ്പോൾ വചനം ആരാണ്? ദൈവമാണ്. ഈ വചനം ശ്രവിക്കുന്നവര്, ആ വചനം ദൈവത്തെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തെ അനുസരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദൈവം വചനമാകുന്നു. അതിന്റെ താഴോട്ട് വായിക്കുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഇരുട്ടിൽ കിടന്ന, അന്ധകാരത്തിൽ കിടന്ന ഒരു ജനത്തിന്റെ നടുവിലേക്ക് യേശു ക്രിസ്തു ആകുന്ന വെളിച്ചം ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. ആ വെളിച്ചം കണ്ടവർക്ക്, ആ വെളിച്ചത്തിൽ വിശ്വസിച്ച് ആ വെളിച്ചത്തിന്റെ അകത്തേക്ക് കയറി വന്നവർക്ക് അവൻ ഒരു സന്തോഷം, അവരുടെ ജീവിതത്തിൽ വെളിച്ചം, സന്തോഷം വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആദിയിൽ ഉണ്ടായിരുന്ന വചനമായിരുന്ന ദൈവം അവൻ വെളിച്ചമായി തീർന്നു. ആ വെളിച്ചത്തിലേക്ക് വന്നവർക്കൊക്കെ പ്രകാശം ലഭിക്കുവാൻ ഇടയായി തീർന്നു. അവരുടെ ജീവിതത്തിൽ പ്രകാശം ലഭിക്കാൻ ഇടയായി തീർന്നു. നമ്മൾ സന്ധ്യാ സമയങ്ങളിൽ നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുമ്പോൾ, വെളിച്ചമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ നടക്കുമ്പോൾ, ആ സ്ഥലത്ത് നമുക്ക് വെളിച്ചമില്ലെങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോകും. നമ്മുടെ കാലുകളിൽ കല്ലുകളും മുള്ളുകളും ഒക്കെ തറയ്ക്കുവാൻ ഇടയായി തീരും. എന്ന് പറഞ്ഞതുപോലെ വെളിച്ചമില്ലാതെ നടക്കുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ അകത്തേക്ക്, അന്ധകാരത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിന് നമുക്ക് വെളിച്ചമില്ലെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ വഴി കാണാതെ നമ്മൾ എവിടെയൊക്കെയോ തട്ടിമറിഞ്ഞു പോകുന്ന രീതിയിലേക്ക് കടന്നു പോകാൻ ഇടയായിത്തീരും. നമ്മുടെ ശരീരങ്ങൾ മാരകമായി മുറിവേൽക്കും. നമ്മൾ വഴിതെറ്റി ഒളിയുന്നവരായിത്തീരും. എന്നാൽ നമ്മുടെ കയ്യിൽ ഒരു വെളിച്ചം, ഒരു ടോർച്ച് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടെ വരുന്നവർക്കും നമ്മൾക്കും അതൊരു വഴികാട്ടിയായി, നമുക്കത് കല്ല് കൊള്ളാതെയും മുള്ള് നമ്മുടെ കാലിൽ സ്പർശിക്കാതെ നമുക്ക് വഴി മാറിപ്പോയി അത് നമ്മുടെ എത്തേണ്ട സ്ഥലത്ത് ചെന്നെത്തുവാൻ ഇടയായിത്തീരും. എന്ന് പറഞ്ഞ പോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ ആകുന്ന വെളിച്ചത്തിലേക്ക്, ആ വെളിച്ചം ഉള്ളവർക്ക് അവൻ ഒരു പാതയായിത്തീരും. അവർ ചെന്നെത്തേണ്ടടുത്ത് എത്തിച്ചേരുവാൻ ഇടയായിത്തീരും. ആ യേശു ക്രിസ്തു ആകുന്ന വെളിച്ചത്തെ നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതം പ്രകാശപൂർണിതമായി തീരും. അതിന്റെ വചനം താഴോട്ട് പറയുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ
പിടിച്ചടക്കിയില്ല. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിച്ചടക്കുവാൻ ഒരു അന്ധകാര ശക്തികൾക്കും സാധിക്കാതെ വന്നു. ആ വെളിച്ചം അവൻ ഇന്ന് ക്രൂശിക്കപ്പെട്ട് മരിച്ചുയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചിരിക്കുന്ന പോലെ നമുക്ക് വേണ്ടി വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തു എന്ന പ്രകാശം ഇന്നും അവൻ നമ്മളിലേക്ക് പ്രകാശമായി നമ്മുടെ ഓരോ മാനവരാശിയുടെയും ഓരോ വ്യക്തിപരമായ ജീവിതത്തിൽ കടന്നു വരാൻ ഇടയായിത്തീരും. അതിൻ്റെ തന്നെ 8-ാമത്തെ വാക്യം, അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയുന്നവൻ അത്രേ. ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി. കണ്ടോ, ഈ ലോകം ഉളവായത് കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരമാണ്. ആ യേശു ക്രിസ്തുവിനോട് ചേർന്ന ഈ ലോകം ഉണ്ടായിരിക്കുന്നത്. ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇതിൽ പറയുന്നത് ശ്രദ്ധിക്കണമേ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അവനെ കൈക്കൊള്ളണം. ആരെ? കർത്താവ് യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളണം. കർത്താവ് യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളോ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. കണ്ടോ, എന്ത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അവനെ ആദ്യമേ കർത്താവ് യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളണം, അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. അവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എന്തൊരു സിമ്പിളായ സ്റ്റെപ്പ്. അവൻ പറഞ്ഞു, നീ ഇന്ന മലയെ കയറി പോകണം, നീന്തി കയറി പോകണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി ഉരുളണം, ഇത്ര മെഴുകുതിരി കത്തിക്കണം, പറഞ്ഞിട്ടില്ല. സിമ്പിൾ. അവൻ ദൈവമക്കളാകുന്നത് എങ്ങനെയാ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ യേശു ക്രിസ്തു തന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാവാൻ അധികാരം കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 13 പറയുന്നു, അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലും അല്ല, ദൈവത്തിൽ നിന്നത്രേ ഉത്ഭവിച്ചത്. ആരിൽ നിന്നാണ് കർത്താവ് യേശു ക്രിസ്തു ഉത്ഭവിച്ചത്? ദൈവത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതിന്റെ താഴോട്ട് പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഈ അധ്യായത്തിന്റെ ആദ്യമേ സൂചിപ്പിച്ചു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇതിക്കുള്ള ക്രിസ്റ്റൽ ക്ലിയർ എന്ന കർത്താവ് യേശു ക്രിസ്തു ദൈവമാണെന്നുള്ള ക്ലിയറൻസാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കണ്ടോ, ആദിയിൽ ഉണ്ടായിരുന്ന വചനം ദൈവമായിരുന്നു. ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുവാൻ ഇടയായി തീർന്നു. എത്ര സുന്ദരമായ കാര്യമാണ്. ആ ദൈവമാവുന്ന യേശു ക്രിസ്തു, ആ വചനമാവുന്ന യേശു ക്രിസ്തു നമ്മുടെ ഇടയിൽ പാർക്കുവാൻ ഇടയായി തീർന്നു. ആ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുവാൻ ഇടയായി തീർന്നു. എന്തുകൊണ്ട്? അവൻ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട്, നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കുന്നുണ്ട്. മകനെ, മകളെ, എൻ്റെ പ്രിയ മകനെ, എൻ്റെ പ്രിയ മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് അവൻ വചനമായിരുന്നവൻ, ദൈവത്തോട് കൂടിയായിരുന്നവൻ. അവൻ ദൈവം താഴേക്ക് സകലതും, ദൈവത്തിൻ്റെ സകല ക്വാളിറ്റീസും എല്ലാ ഇതും ഒഴിഞ്ഞിട്ട് ദൈവം നമ്മുടെ ഇടയിൽ വചനം സത്യം, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുവാൻ ഇടയായി തീർന്നു. ഈ വചനമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഈ വചനം ശ്രവിക്കുന്നവരെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ദൈവം സംഭവിക്കും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകാൻ ദൈവം അധികാരം കൊടുത്തെങ്കിൽ, ഇന്ന് എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളെ, ഈ വചനം ശ്രദ്ധിച്ച് ഇതിനെ കൈക്കൊണ്ട്, ഈ വചനമാകുന്ന യേശുവിനെ കൈക്കൊണ്ടാൽ, ഈ വചനത്തെ നിങ്ങൾ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ, അവനിൽ യേശുവിൽ വിശ്വസിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ, വലിയ മിറക്കുകൾ സംഭവിക്കാൻ ഇടയായിത്തീരും. ഇതാണ് വചനത്തിന്റെ പ്രത്യേകത. അതിന്റെ താഴോട്ട് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 26-ഉം 27-ഉം വാക്യം വായിക്കാം. പിതാവ് തന്നിൽ നിന്ന് ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരം നൽകിയിരിക്കുന്നു. ഇതിനകത്ത് പറയുന്നു, പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ
അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. കേട്ടോ, പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ഉണ്ടാകുമാറ് വരം നൽകിയിരിക്കുന്നു. അപ്പൊ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവന് അവന്റെ ജീവിതത്തിൽ ജീവനുണ്ടാവും. അവൻ വെളിച്ചമായി നമ്മുടെ ഇടയിൽ ഇറങ്ങി വരാൻ ഇടയായി തീർന്നു. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ വെളിച്ചമാകുന്നു. അവനിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്. ജീവൻ പ്രാപിച്ച് നമ്മുടെ കാര്യങ്ങൾ ജീവൻ പ്രാപിക്കാൻ തക്കോണം എൻ്റെ യേശുവിൽ വിശ്വസിക്കുന്നവന് അത്ഭുതങ്ങളെ ചെയ്യാൻ തക്കോണം എൻ്റെ ദൈവം നമുക്ക് വേണ്ടി വരം നൽകിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10:29 കൂടെ വായിക്കാൻ താല്പര്യപ്പെടുന്നു. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല. അതിൻ്റെ മുകളിലേക്ക് 27-ാം വാക്യം, ഞാൻ അവയെ അറിയുകയും അവൻ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. കണ്ടോ, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവനുള്ളത് അവൻ അറിയുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്, യേശു ക്രിസ്തുവിൽ ആയി തീർന്നവന്, യേശു ക്രിസ്തുവിനോടുകൂടെ ചലിക്കുന്നവന് അവൻ നിത്യജീവനുണ്ടാവും. അവനെ ആർക്കും യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ഇടയായി തീരത്തില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ആ പ്രകാശം ലോകത്തിലേക്ക് വന്ന് മനുഷ്യരുടെ ഇടയിൽ പാർത്തതുപോലെ, ആ മനുഷ്യന് വിശ്വസിക്കുന്ന ദൈവമക്കളാകാൻ അധികാരം കൊടുത്തതുപോലെ യേശുവിൽ വിശ്വസിക്കുന്ന നിത്യജീവൻ ഉണ്ടായി തീരാൻ ഇടയായിത്തീരും. അവയെ ആരും, ദൈവത്തിനുള്ളവയെ, ദൈവത്തിന്റെ മക്കളെ യേശു ക്രിസ്തു അറിയുന്നു. പേർ വിളിച്ച്, മകനെ മകളെ എന്ന് പേര് വിളിച്ച്, എൻ്റെ ഓമന മകളെ ഓമന മകനെ എന്ന് പേര് വിളിച്ച്, ആ ഓരോരുത്തരും വ്യക്തിപരമായ പേര് വിളിച്ച് കർത്താവ് അവയെ നടത്തുവാൻ തൊക്കണം. നല്ല ഇടയനായി, നല്ല ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമ്മളെ നടത്തുവാൻ തൊക്കണം ദൈവം നമ്മളെ ഇടയാക്കും. ആ ദൈവത്തിലേക്ക്, ആ ദൈവത്തിന്റെ പ്രത്യാശതയിൽ, ആ ദൈവത്തോട് ചേർന്ന് ആ വചനമാകുന്ന ദൈവത്തിലേക്ക് നമ്മൾ ആയിത്തീരുവാൻ ദൈവം താല്പര്യപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 9, 10, 11 വാക്യങ്ങളിലേക്ക് വായിക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ശ്രദ്ധിക്കണമേ, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം, അത് കർത്താവ് യേശു ക്രിസ്തു പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിന്നെയോ പിതാവ് എന്നിൽ വസിച്ചതുകൊണ്ട്, അതായത് പിതാവായ ദൈവം യേശു ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഇത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് പുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നത്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് ഞാൻ എന്നെ വിശ്വസിപ്പീൻ. ആര്? ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. അപ്പോൾ ആരാണ്? ഞാൻ പിതാവിലും പിതാവിൽ എന്നിലും എന്ന് വിശ്വസിപ്പീൻ. ആര്? കർത്താവായ യേശു ക്രിസ്തു പിതാവിലാണ്, പിതാവ് യേശു ക്രിസ്തുവിലും ഉണ്ട്. അപ്പോൾ ഇവര് രണ്ടുപേരും ചേർന്നിട്ടാണ്, ഒന്നിച്ച് ചേർന്നിട്ടാണ് ഈ ലോകത്തിൽ വന്ന പ്രവൃത്തികൾ ചെയ്യുന്നത്. ഞാൻ സ്വയമായി യേശു പറഞ്ഞു, ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, പിന്നെയോ പിതാവ് എന്നിൽ വസിച്ചതുകൊണ്ട്, പിതാവായ ദൈവം, യഹോവയായ ദൈവം യേശു ക്രിസ്തുവിൽ വസിച്ചതോ ഓരോ പ്രവൃത്തികളും ചെയ്യുവാണ്. പുത്രനിൽ കൂടെ ഓരോ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുവാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പീൻ. അതിന് 13 പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെ പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരും. ശ്രദ്ധിക്കണമേ, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെ, ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിച്ചാൽ, എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. കേട്ടോ, എത്ര മനോഹരമായി നമ്മുടെ വിശ്വാസത്തെ ഒന്നൊരു പടിയും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള വാക്യം പറയുന്നത്. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരും. അല്ല, പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ആര് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തു ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും, ദൈവത്തിൻ്റെ വാഗ്ദത്തമായത്.
ഇന്ന് എന്തേലും പ്രശ്നത്തിൽ കുടുംബജീവിതപരമായി സാമ്പത്തികപരമായിട്ട് എന്ത് പ്രശ്നത്തിലായിരിക്കുന്നവരെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് കടന്നു വരുവീൻ. യേശു ക്രിസ്തുവിൽ നിങ്ങൾ നാമത്തിൽ അപേക്ഷിച്ചാൽ അതിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് ഒരു വിടുതൽ നടക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. ആ യേശു, നിങ്ങൾ പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു വരുമെന്ന് യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദത്തമാണ്. അതുകൊണ്ട് പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും. ഇത് സ്വയമായിട്ട് സംസാരിക്കുന്നതല്ല, പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്താനായിട്ട് ആ യേശുവിൻ്റെ നാമം, ആ പിതാവിൻ്റെ നാമം മഹത്വപ്പെടുത്താനായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ നടക്കും, അത്ഭുതങ്ങൾ നടക്കും. അവൻ്റെ ഒരു അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, ആ ദൈവത്തിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗസൗഖ്യങ്ങൾ നടക്കുവാൻ ഇടയായിത്തീരും. കർത്താവ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് വലിയ അത്ഭുതങ്ങളെ ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ പിതാവ് പുത്രനെ മഹത്വപ്പെടുത്താനായിട്ട് ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുണ്ട്. ആ സ്നേഹമാ, അവൻ്റെ നാമമാ നമ്മളെ വഴി നടത്തുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 6 തൊട്ട് 7 വരെയുള്ള വാക്യം ഞാൻ ഇവിടെ വായിക്കാം. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായ, അപ്പൊ ഇതിനകത്ത് എല്ലാവർക്കും മീതെയുള്ളവനും, അപ്പൊ എല്ലാവർക്കും, ഈ ലോകത്തിലെ എല്ലാവർക്കും മീതെയുള്ളവൻ, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവൻ, എല്ലാവരിലും ഇരിക്കുന്നവനുമായ ഏവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ദൈവവും പിതാവുമായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മളിൽ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തോണം കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. കർത്താവ് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല പിതാക്കന്മാർ. ഈ ലോകത്തെ അനേക പിതാക്കന്മാരുണ്ടെങ്കിലും ഏക ഒരുത്തൻ മാത്രമേ നമ്മുടെ പിതാവുള്ളൂ, അത് കർത്താവ് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശു ക്രിസ്തുവിലല്ലാതെ വേറെ ഒരുവനിലും രക്ഷയില്ല. ആ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, അത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ. ആ നാമത്തിൽ വിശ്വസിച്ചാൽ, ആ നാമത്തിൽ നമ്മൾ എന്ത് അപേക്ഷിച്ചാലും അത് പിതാവ് പുത്രനെ മഹത്വപ്പെടുത്താനായിട്ട് ചെയ്തു തരുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിലാണ്. സകല സമ്പൂർണതയും സകലതും കർത്താവ് യേശു ക്രിസ്തുവിൽ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഇതിനകത്ത് പറയുന്നു, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ, ആരിൽ? യേശു ക്രിസ്തുവിൽ. സകല വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിലാണ് പരിപൂർണത വന്നിരിക്കുന്നത്, വേറെ ആരിലും പരിപൂർണതയില്ല. കർത്താവ് യേശു ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് പരിപൂർണത ലഭിക്കാൻ ഇടയായിത്തീരുള്ളൂ. പരിപൂർണത ഉണ്ടെങ്കിൽ, ഒരുവന് പരിപൂർണത കിട്ടണമെങ്കിൽ, കംപ്ലീഷൻ കിട്ടണമെങ്കിൽ അത് യേശു ക്രിസ്തുവിൽ മാത്രമേ പറ്റത്തുള്ളൂ. യേശു ക്രിസ്തുവിലല്ലാതെ നമുക്കൊരു പരിപൂർണതയും കിട്ടത്തില്ല. നമ്മൾ പരിപൂർണരായിത്തീരണമെങ്കിൽ നമ്മളിലല്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിലല്ലാതെ തലയായവനിൽ, അവനിൽ മാത്രമേ പരിപൂർണത ഉള്ളൂ. വേറെ ഒരു പൂർണ്ണതയും നമുക്ക് അവകാശപ്പെടാനില്ല.
പരിപൂർണത ഉണ്ടെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. റോമർക്കെതിരെ ലേഖനം 9:5 ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അതായത് പറയുന്നു, അവൻ സർവത്തിനും മീതെ ദൈവമായി. കണ്ടോ, സർവത്തിനും സകലത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ.